നാരായണിക്ക് 3 ആൺമക്കളാണ്. വൃദ്ധയായ നാരായണി ആശുപത്രിയിലാണ്. മരണം ഏതു നിമിഷവും സംഭവിക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നു. അമ്മയോടൊപ്പമുള്ള അവിവാഹിതനായ മകൻ തൻ്റെ 2 സഹോദരങ്ങളെയും ഇക്കാര്യം അറിയിക്കുകയും അവർ കുടുംബസമേതം എത്തുകയും ചെയ്യുന്നു. ആശുപത്രി ചികിത്സ കൊണ്ട് ഇനി വിശേഷിച്ചൊരു കാര്യവുമില്ല എന്നതിനാൽ നാരായണിയെ വീട്ടിലേക്ക് മാറ്റാൻ 3 ആൺമക്കളും കൂടി തീരുമാനിക്കുന്നു. മരണം കാത്തുകിടക്കുന്ന നാരായണിയും അവരുടെ 3 ആൺമക്കളും. വിവാഹിതരായ നാരായണിയുടെ മക്കളിൽ മൂത്തയാളുടെ മകളാണ് ആതിര. നിഖിൽ മറ്റേയാളുടെ മകനും. I'm Nikhil, by the way. Riyadu, I'm Adira, in case you didn't know. Adira എന്ത് ചെയ്യുന്നു? MA social work. That's interesting. Why social service? Social work. Is there a big difference? Hi. നേരത്തെ എണീറ്റോ? അച്ഛമ്മ ഇല്ല. ആക്ച്വലി ആർ യു ഫ്രീ നൗ? എനിക്കൊരു വാക്കിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ അങ്ങനെ അടുത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ. ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനെന്താ പോവാലോ? എനിക്കൊരു 10 മിനിറ്റ്, ഞാൻ റെഡിയായി വരാം. I'll be downstairs then, yeah? എനിക്ക് ഈ ട്രിപ്പിന് വരാനൊരു മൂഡില്ലായിരുന്നു. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ വന്നേ? അച്ഛൻ ഫോഴ്സ് ചെയ്തു. എനിക്കൊരു നല്ല ചേഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചേഞ്ച്? I was kind of in a bad state there. സംസാരിക്കണോ അതിനെ പറ്റി? ഒരു few months back, I went through this breakup. ഒരു 5-year long relationship ആയിരുന്നു. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയാം. എന്ത് പറ്റിയതാ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. നടുവിൽ ഐ ഡ്രോപ്ഡ് ഔട്ട്. പക്ഷെ അപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു. പിന്നെ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഷീ വെന്റ് ഓൺ ടു ലണ്ടൻ ടു ഡു എ മാസ്റ്റേഴ്സ്. അപ്പോഴും വി കെപ്റ്റ് ഇൻ ടച്ച്. Out of nowhere, I get this call and she says, വേറെ ആരും ഇഷ്ടമാണ്. കോൾ അങ്ങനെ തന്നെ വെച്ചു. പിന്നും പറയാൻ കിട്ടിയില്ല. ഇവർ തമ്മിലുള്ള സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് തിരിയുന്നു. പ്രണയം എന്നത് മനസ്സിലെ കാമേച്ഛ പൂർത്തീകരിക്കാനുള്ള മോഹം മാത്രമല്ലേ? മനസ്സിലെ കാമേച്ഛ പൂർത്തീകരിക്കാൻ വിവാഹമെന്ന സമൂഹത്തിൻ്റെ സദാചാരം വേണ്ട എന്നുണ്ടോ? സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിൽ സദാചാരത്തിന് പ്രസക്തിയില്ലേ? സദാചാരത്തിൻ്റെ ആ വന്മതിൽ സൗകര്യപൂർവ്വം മറന്ന് അത് ചാടിക്കിടക്കുന്ന ദുരാചാരമല്ലേ ഇന്നിവിടെ ആഘോഷിക്കുന്ന പ്രണയം? കാമം കലർന്ന മനസ്സിലെ മോഹം കാണുന്നിടത്തൊക്കെ ഇണയെ കൽപ്പിക്കുന്നത് ശരിയാണോ? കാണുന്നിടത്തൊക്കെ മിന്നൽ വേഗത്തിൽ ഈ കാമം പാഞ്ഞെത്താതിരിക്കാനായി പണ്ടൊക്കെ ശൈശവ വിവാഹം എന്ന ആചാരമുണ്ടായിരുന്നു. അത്തരം വിവാഹത്തിന് ശേഷം അവർ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കുകയുമായിരുന്നില്ല. മറിച്ച് ഇവരിൽ അത്തരം ചിന്തകളെത്തുമ്പോൾ അങ്ങനെ നോക്കിക്കാണാനായ ഒരാൾ എന്നത് മാത്രമായിരുന്നു ആചാരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും. അത്തരം ആചാരങ്ങളില്ലാതായതോടെ അത്തരം ചിന്തകളെത്തുമ്പോൾ മനസ്സിലെത്തുന്ന കാമം കാണുന്നിടത്തൊക്കെ ഇണയെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അരുതാത്തിടത്തും പാഞ്ഞെത്തും. അരുതാത്തതോ അമ്മയും പെങ്ങളും അങ്ങനെയൊക്കെ വേണ്ടേ? കാട്ടിലെ പോലെ മതിയോ? മൃഗങ്ങളെപ്പോലെ മതിയോ? സദാചാരങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുന്ന പുതുതലമുറ പ്രണയമെന്ന പുഴയിലെ അപകടകരമായ ചുഴിയിൽ പെട്ടുപോകുന്നതാണ് ചിത്രത്തിലെ കഥാതന്തു.
അവിവാഹിതനായ കൊച്ചച്ഛൻ വലിക്കാൻ ഉപയോഗിച്ചിരുന്ന ലഹരി വസ്തു നിഖിലും ആതിരയും അവരുടെ മുറികളിലിരുന്ന് ഉപയോഗിക്കുമ്പോൾ കൊച്ചച്ഛൻ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ ഒരു തെലുങ്ക് ചേക്കനുണ്ടായിരുന്നില്ലേ, അവനവിടെ? മനു. ആ, മനു. അതങ്ങനെ പതുക്കെ പോയി. കുറച്ചായി ഇപ്പോൾ. എന്തുപറ്റി? എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആണ്. ബന്ധങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും കോംപ്ലിക്കേറ്റഡാ. അടുക്കേണ്ടവരായിട്ട് അകലും, അകലേണ്ടവരായിട്ട് അടുക്കും. എഫെമറൽ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. റിലേഷൻഷിപ്സ് ആർ എഫെമറൽ. പെട്ടെന്നില്ലാണ്ടാവും. ബന്ധങ്ങളിലൊക്കെ ഒരു അതിർവരമ്പുകളുള്ളത് നല്ലതാണ്. ബൗണ്ടറീസ്. കുറച്ച് ആളുകൾ നിൽക്കും. പ്രണയമെന്നാൽ അപ്പോഴത്തെ ഒരു ചിന്ത മാത്രമാണെന്ന് നിഖിലിനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനത്രയേ പ്രസക്തിയുള്ളൂ എന്നും. രാജി പറഞ്ഞീന് നിങ്ങൾ വന്നിക്കുന്നു. എന്തല്ല ആ അങ്ങനെ പോണു. ആടെ എന്തല്ല? ആ സുഖാനെ. രമേഷ് മോളൊക്കെ എന്ത് പറയുന്നു? ഓലക്കാടെ സുഖമായിട്ടിരിക്കുന്നു. അതിനുശേഷം രണ്ടാളും കൂടി ഉണ്ടായി, ഒരു മോളും ഒരു മോനും. ഓ, ഇത് മോന? അതെ. നിഖിൽ. ഇനിയൊരു ചെറുതൂടെ ഉണ്ട് മോളെ വീട്ടില്. ഹലോ, ശരി എന്നാ ഞാൻ പോട്ടെ. അച്ഛാ, ഷാവി ആരാ അത്? ലത. പേര് ഞാൻ കേട്ടു. വിഷ് ചെയ്തോ? നീ ഒന്ന് ഡെസ്ക് പഠിച്ച് വീട്ടിലിരുന്നപ്പോ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്രഷിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ, ഒരാൾ. ഓ അച്ഛാ. സോ വാട്ട്? ഓർമ്മകൾ അയവിറക്കുകയാണ്. നീ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊന്നും ഒരു കാര്യമില്ല. അന്നതൊരു വലിയ ജീവിത പ്രശ്നമായിരുന്നു. ഓളെ കല്യാണം കഴിച്ച് പോയപ്പോൾ ഞാൻ കുറേ ഇരുന്ന് കാര്യം. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, അത് ഓർച്ചിട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂടാ. ഹിന്ദുവാണോ? അവനങ്ങനെ മതമൊന്നുമില്ല. ഭാസ്കർ ഹിന്ദുവാക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലും കൊണ്ടുപോവായിരുന്നു. ലണ്ടനിൽ ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഇപ്പൊ പള്ളിയിലോ? ചെറുതാന്നപ്പോ കൊണ്ടുപോവായിരുന്നു. ഞാൻ നിസ്കരിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവ ഒന്നും ചെയ്യാറില്ല. അവൻ അതിനോടൊക്കെ ഭയങ്കര പുച്ഛവും ദേഷ്യമൊക്കെയാണ്. പിന്നെ പറഞ്ഞു വരുമ്പോ UK ഒഫീഷ്യൽ റിലീജിയനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, മിക്കവാറും നിരീശ്വരവാദികൾ അവിടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. എൻ്റെ എന്താ? ലീഗലി എനിക്കിപ്പോഴും അതിന്മേലെ അവകാശമുണ്ടല്ലോ. അത് ഫോർഫിറ്റ് ചെയ്യുന്നത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കെൻ്റെ ഷെയർ വേണം. ഏതോ നമ്മൾ അനിയൻ പറഞ്ഞ കേട്ടോടാ. അവൻ ഈ വീട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് ഇപ്പോൾ നമ്മുടെ സ്വത്തിൻ്റെ ഷെയർ കൂടി വേണമെന്ന്. അത് എൻ്റെയും കൂടെ അല്ലേ? ആയിരുന്നു. നീ ഈ വീട് വിട്ടു പോകുന്ന ദിവസം വരെ. ഞാൻ ആരെയും വിട്ടുപോയതല്ലല്ലോ. നിങ്ങളല്ലേ എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. അതെന്തിന്? എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന്. നിനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞങ്ങൾ, അല്ലെങ്കിൽ ആ മുസ്ലിം പെണ്ണ്. നീ നിൻ്റെ ഭാഗം ക്ലിയറാക്കി. അല്ലെങ്കിൽ നീ പണ്ടുപോലെ സ്വാർത്ഥന. നിനക്ക് നിൻ്റെ കാര്യം, നിൻ്റെ ജീവിതം എല്ലാം നിനക്ക് വേണം. തുടങ്ങിയല്ലോ വലിയേട്ടൻ കളി. നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. എപ്പോഴെങ്കിലും എന്നോട് സ്നേഹത്തോട് ഒന്ന് പെരുമാറിയിട്ടുണ്ടോ? സ്നേഹിക്കാൻ പറ്റിയ ഒരുത്തൻ. അച്ഛൻ്റെ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഓർമ്മയുണ്ടോടാ? നിന്റെ പഠിത്തം മുടക്കരുതെന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല.
ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്. അന്നേ നീ ഡൽഹിയിൽ നിന്റെ കാമുകിയായിട്ട് അഴിഞ്ഞാടി നടക്കുകയായിരുന്നു. ഇത് ചെറ്റ വർത്താനം പറയരുത്. ഇവിടെ എന്തിനിപ്പോ പഴംപുരാണമൊക്കെ വിളമ്പുന്നത്? വിളമ്പൂടാ. രണ്ടാമത്തെ അറ്റാക്കിൽ അച്ഛൻ പോയി. നീ കാരണം, നീ ഒറ്റൊരുത്തൻ ഇത് കാരണം. ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തോടാ പന്നി? പറയടാ. ഇതെന്താണ് വിശ്വട്ടത്? ഇത് എന്തേ കാണിക്കണം? ഈ സമയത്തേക്ക് നിനക്കൊന്നും മര്യാദിക്കുന്നൂടെ? ഞാൻ ആദ്യം അവനോട് പറയടാ. അവനല്ലേ ഈ വീട്ടിലെ ബുദ്ധിയുള്ള കുട്ടി. ഞാൻ താന്തോന്നിയാണല്ലോ മുൻദേശക്കാരൻ. ചേട്ടാ നിർത്ത്. ഭാസ്കർ, എന്താ പ്രശ്നം? നിനക്ക് സ്വത്ത് കിട്ടിയാ പോരെ? എന്റെ നീ എടുത്തോ. പ്രശ്നം തീർന്നില്ലേ? എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. ഇവിടുന്ന് എനിക്ക് എന്താണോ ഉള്ളത് അതാണ് ഞാൻ ചോദിച്ചത്. ലീഗലി എനിക്ക് കിട്ടേണ്ടത്. ലീഗലി നിനക്ക് ഇവിടെ കിട്ടും. സ്വത്തും ചോദിച്ചു വന്നിരിക്കുന്നു. ഉളുപ്പില്ലേടാ നിനക്ക്? നിങ്ങളെക്കാലം എനിക്ക് ഉളുപ്പുണ്ട്. അതേടാ, നീ തന്നെ പറയേ. നീ അന്ന് അവൾ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയത് ആരാടാ? അച്ഛൻ സുഖമല്ലാണ്ട് കിടക്കുമ്പോൾ, അച്ഛൻ പോയപ്പോൾ, പിന്നെ അമ്മ കിടപ്പിലായപ്പോൾ ആരാടാ നോക്കിയത്? നീയോ? അതോ അഞ്ചും കുണിക്കാൻ അറിയാത്ത ഈ പൊട്ടനോ? നീ ഇവിടെ നിന്ന് പോയതിന് ശേഷം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ മാനക്കേടുകാരൻ. എന്നോട് പോലും പലരും ചോദിച്ചിട്ടുണ്ട്, എന്നാ നാട് വിട്ടു പോകണം. ആതിരയും അവളുടെ അമ്മയും പരസ്പരം കുറ്റം കണ്ടെത്തുന്നു. അവളെല്ലാം കഴിച്ചോ? നീ എന്തിനാ എപ്പോഴും അവളോട്ട് വഴക്കുണ്ടാക്കുന്നേ? ഞാനാണോ അവളെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്? ഞാനല്ല, അമ്മയാണ് എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. എന്താ അത്? അമ്മയല്ലേ? അതെ, അതിടയ്ക്കൊക്കെ അവർ ഓർക്കണം. ഇത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറയുന്നത് ശരി, ബാക്കി ആരെന്ത് പറഞ്ഞാലും തെറ്റ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവൾ എന്നെ ഈഗോയിസ്റ്റിക് എന്ന് വിളിക്കും. അവൾക്കാണ് ശരിക്കും ഈഗോ ഉള്ളത്. വിടിജേ, കുറച്ച് ദിവസമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കരുതി സമാധാനമായി. ഞാനും അങ്ങനെയാ വിചാരിച്ചത്. എൻ്റെ വിശ്വേട്ടാ, ഇന്ന് കാണായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. അവൾ എന്തോ ആണെന്നുള്ളൊരു ഭാവമാണ് അവൾക്ക്. ദേഷ്യം വരുമ്പോൾ കാണാൻ ഭയങ്കര ക്യൂട്ടാ. അങ്ങനെ സ്വീറ്റ് ടോക്ക് നടത്തി എന്നെ ഹാപ്പി ആക്കാനൊന്നും നോക്കണ്ട. സ്വീറ്റാക്കല്ല, സീരിയസ്. ക്യൂട്ടല്ല, ബ്യൂട്ടിഫുൾ. ആതിരയും നിഖിലും മുറിയിലെ കട്ടിലിൽ ചുംബിച്ച് കിടക്കുന്നത് കതക് തുറന്നെത്തുന്ന ആതിരയുടെ അച്ഛൻ കാണുന്നു. നീ നിന്റെ മോന്റെ അടുത്ത് എന്ന് ചോദിക്കും. അവൻ എന്റെ മോളുടെ മുറിയിൽ എന്ത് വൃത്തിയാ കാണിച്ചത്? പറയണം, മര്യാദയ്ക്ക് പറയണം. നിന്നെ കുളം കാണിക്കാതിരിക്കോളാ പന്നി. വഴക്കു പറയണ്ട, അതൊക്കെ ആ പ്രായത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് മുതിർന്നവർ. എപ്പോഴാണ്? 1 മണിക്കൂർ. നിഖിലായിട്ട് സംസാരിച്ചോ? ഇല്ല, സംസാരിക്കണം. അവനോട് ദേഷ്യപ്പെടണ്ട, അവൻ്റെ പ്രായതല്ലേ. തിരിച്ചു പോകാൻ തീരുമാനിച്ച നിഖിലിൻ്റെ അച്ഛൻ ആതിരയോട് യാത്ര പറഞ്ഞിട്ട് വരാൻ നിഖിലിനോട് അച്ഛൻ പറയുന്നു. ഇതൊക്കെ ഒരു രസമായി ഓർക്കുമെന്ന് പറഞ്ഞാണ് ഇരുവരും പിരിയുന്നതും. ആതിരയോട് പറഞ്ഞോ? ഇല്ല. പോയി പറഞ്ഞിട്ടോ?
താങ്ക് യു. എന്തിന്? അച്ഛൻ്റെ ഇടിക്കും തൊഴിക്കുവാണോ? For getting me back on my feet. ഇതിന് മുന്നേയുള്ള എൻ്റെ അവസ്ഥ കാണേണ്ടതായിരുന്നു. താങ്ക് യു നിഖിൽ. യു ആർ എ നൈസ് പേഴ്സൺ. ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ ഒന്നിച്ചുള്ള മൊമെന്റ്സ് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യും. ഞാനും. ഇതൊന്നും ഒരു പ്രശ്നമേയല്ല എന്ന് പറഞ്ഞാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. മൂവരുടെയും കുട്ടിക്കാലം ഒരു ഗാനത്തിലൂടെ ചിത്രീകരിച്ചത് നന്നായില്ല. അതുപോലെ മരണം കാത്തു കിടക്കുന്ന നാരായണിയെ തലയണ കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്ന രംഗവും തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരം ഒരു ചിന്ത വരാനുള്ള യാതൊരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നുമില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ പുതുതലമുറ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന നിലയ്ക്കാണ് ഈ ചിത്രത്തിൻ്റെ പ്രാധാന്യം. അല്ലാതെ ചിത്രത്തിലെ അരുതാത്ത സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കാനല്ല. പ്രണയം അത് മൃഗങ്ങൾക്ക് മതി, മനുഷ്യർക്ക് വേണ്ട. അവർക്ക് സദാചാരങ്ങളുണ്ടാവട്ടെ. വിവാഹം വേണ്ടത് തന്നെ. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി.